വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ. ഞാൻ ജെസ്സി. ഇന്ന് എത്തിയിട്ടുള്ളത് മുട്ടയില്ലാതെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വനില കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ എളുപ്പത്തിൽ വീട്ടിലുള്ള ചേരുവകൾ ഉപയോഗിച്ചിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇതിനായിട്ട് ഞാനൊരു ബൗളിലേക്ക് 1/2 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. ഒരുപാട് പുളിയില്ലാത്ത തൈരാണ്. അതിലേക്ക് 1 കപ്പ് പഞ്ചസാര പൊടിച്ചത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. മുട്ടയ്ക്ക് പകരമായിട്ടാണ് നമ്മൾ ഇതിലേക്ക് തൈര് ചേർക്കുന്നത്. അപ്പം വെജിറ്റേറിയൻ ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല ടേസ്റ്റുള്ള വെള്ള കേക്ക് തന്നെ കഴിക്കാനായിട്ട് പറ്റും. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വനില എസൻസ് ചേർത്ത് കൊടുക്കാം. 2 നുള്ളു ഉപ്പ്, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഇത്രയും സംഭവങ്ങൾ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് മൈദ ഒരു അരിപ്പയിലൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് അരിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം. മിക്സ് ചെയ്യുന്ന സമയത്ത് ഞാനിതിലേക്ക് പാല് കൂടെ ചേർക്കുന്നുണ്ട്. 3/4 കപ്പ് ആണ് ഞാൻ പാല് ചേർക്കുന്നത്. പാല് കുറച്ചായിട്ട് ചേർത്തിട്ട് വേണം ഇത് മിക്സ് ചെയ്തിട്ട് എടുക്കാൻ. ഒരുപാട് സ്പീഡിലൊന്നും മിക്സ് ചെയ്യരുത്. ചെറിയ രീതിയിൽ മിക്സ് ചെയ്തിട്ട് കട്ടയൊന്നും ഇല്ലാതെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ബാറ്റർ ആക്കിയിട്ട് എടുക്കുക. അതുപോലെ തന്നെ നമുക്കിതിലേക്ക് 1/2 കപ്പ് ഓയിൽ കൂടെ വേണം. ആ ഓയിൽ ഞാൻ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഓയിൽ നിങ്ങൾക്ക് ആദ്യമേ ചേർക്കാൻ വേണമെന്നുണ്ടെങ്കിൽ അതും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള ബാറ്ററാണ്. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാം. ഞാനിപ്പോൾ കുക്കറിലാണ് ഇത് ചെയ്യുന്നത്. 3 ലിറ്ററിൻ്റെ അലുമിനിയം കുക്കർ എടുത്തിട്ട് അതിൻ്റെ അടിഭാഗത്തായിട്ട് കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്തിട്ടുണ്ട്. ഒരു ബേക്കിംഗ് പേപ്പർ അടിയിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് അടച്ച് വെച്ചിട്ട് കുക്കറിൻ്റെ വെയിറ്റ് എടുത്ത് മാറ്റുക. അടുപ്പത്ത് ഒരു പാന് വെച്ചിട്ടുണ്ട്. പാന് പഴയ പാനാണ്. ചൂടായതിനു ശേഷം അതിലേക്ക് നമുക്ക് നമ്മുടെ റെഡിയാക്കി വെച്ചിട്ടുള്ള കുക്കർ വെച്ച് കൊടുക്കാം. കുക്കർ വെച്ചതിന് ശേഷം ഫ്ലെയിം ചെറുതാക്കി വെക്കുക. എന്നിട്ട് ഒരു 40 മുതൽ 45 മിനിറ്റ് വരെ വേവിച്ചിട്ടെടുക്കുക. അതിനിടയിലൊന്നും തുറന്നു നോക്കരുത്. ഒരു 40 മിനിറ്റ്സ് കഴിഞ്ഞാൽ ഈ കുക്കറിൻ്റെ മുകൾ ഭാഗത്തുള്ള ഹോളിലൂടെ ആവി പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളത് അടുപ്പത്ത് നിന്ന് എടുത്ത് മാറ്റുക. എന്നിട്ട് ചൂട് തണിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് കുക്കറിൽ നിന്ന് ഇതുപോലെ പുറത്തേക്ക് എടുക്കാം. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. വൈകുന്നേരം ചായക്കൊക്കെ കഴിക്കാൻ പറ്റുന്നൊരു ടീ കേക്കായിട്ടോ അല്ലെങ്കിൽ ഫ്രോസ്റ്റ് ചെയ്തിട്ട് സാധാ ഐസിങ് ചെയ്തിട്ടുള്ള കേക്കായിട്ടോ നിങ്ങൾക്ക് ഇത് കഴിക്കാവുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.